ഉഷ്ണതരംഗം കേരളത്തിലെ നെല്ലുൽപാദനത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കിയതായി കണക്കുകൾ. കഴിഞ്ഞ തവണത്തേക്കാൾ 30% ഉൽപാദനമാണ് ഇത്തവണ കുറഞ്ഞത്. പല പാടശേഖരങ്ങളും കൊയ്ത്തുപോലും ഉപേക്ഷിച്ചു. കാർഷിക രംഗത്തെ നിലവിലെ പ്രതിസന്ധിക്ക് പുറമെയാണ് ഈ തിരിച്ചടി. കനത്ത ചൂടിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022-23 7,31,182 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചതെങ്കിൽ ഇത്തവണ അത് 4,99,768 മെട്രിക് ടണ്ണായി കുറഞ്ഞു. 30% കുറവാണ് രേഖപ്പെടുത്തിയത്. സീസണിൽ ഏക്കറിന് 25 മുതൽ 30 ക്വിന്റൽ വരെ നെല്ല് ലഭിച്ചിരുന്നിടത്ത് ഇത്തവണ അത് 15 ക്വിന്റലായി കുറഞ്ഞു. 20 ക്വിന്റൽ നെല്ലെങ്കിലും ലഭിച്ചാലേ ഉൽപാദന ചെലവ് കർഷകന് ലഭിക്കൂ. വിളവ് മോശമായതോടെ നിരവധി കർഷകർ പാടശേഖരങ്ങളിൽ കൊയ്ത്തു നടത്താതെ ഉപേക്ഷിച്ചു. ഇതുവരംഗം മൂലം കൃഷിക്കാർക്ക് ഏറ്റവും വലിയ കനത്തയാഘാതമാണ്. അതായത് ഒരേക്കറിൽ 50,000 രൂപ 45,000 രൂപ ചെലവഴിച്ചെടുത്ത് ഒരു 3,000 രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കൃഷിക്കാരെത്തിയിരിക്കുന്നത്. പല പാടശേഖരം കോട്ടയ സൈഡിലുണ്ട്, കുമരമുണ്ട്, തിരുവാർപ്പുണ്ട്, ചിന്നത്തലയുണ്ട്, മാന്നാറുണ്ട്, പല പാടങ്ങളിലും കൊയ്യാ കിടക്കുന്നില്ല. അത് കൊയ്തിട്ട് കാര്യമില്ല. കൊയ്തിട്ട് ഒരു മണിക്കൂർ ഒരു കിൻഡൽ ഒരു ടാങ്ക് നെല്ല് നിറയേണ്ട സ്ഥാനത്ത് 20 മിനിറ്റ് കൊണ്ട് നിറയേണ്ട സ്ഥാനത്ത് 3 മണിക്കൂർ 4 മണിക്കൂർ കൊയ്താൽ നിറയത്തില്ല. നിറഞ്ഞു വരുന്ന വലിയ പതിരായിട്ടാണ് വരുന്നത്. പിന്നെ കൊയ്ത്തുകൂലി കൊടുക്കാൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ പല പാടങ്ങളും കൊയ്ത്തുപേക്ഷിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിൽ നിലം പാട്ടത്തിനെടുത്താണ് വലിയ വിഭാഗം കർഷകരും കൃഷി നടത്തുന്നത്. ഏക്കറിന് 25,000 പാട്ടത്തുക. ഇത്തരം കർഷകരാണ് ഉഷ്ണതരംഗത്തിൽ കൂടുതൽ തിരിച്ചടി നേരിട്ടത്. 2022-23 ഒന്നാം വിളയിൽ നെല്ലുൽപാദനം 2,26,619 മെട്രിക് ടൺ നെല്ലും രണ്ടാം വിളയിൽ 5,04,563 മെട്രിക് ടൺ നെല്ലുമാണ് സംഭരിച്ചത്. എന്നാൽ ഈ വർഷം ഒന്നാം വിള സീസണിൽ 1,53,862 മെട്രിക് ടണ്ണും രണ്ടാം വിള സീസണിൽ 3,45,906 മെട്രിക് ടണ്ണുമായി സംഭരണം കുറഞ്ഞു. ഉൽപാദന കുറവിന്റെ പ്രധാന കാരണം കനത്ത ചൂടാണെന്ന് സപ്ലൈകോയും സ്ഥിരീകരിക്കുന്നു. നിലവിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കർഷകർ നേരിടുന്ന പുത്തൻ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സർക്കാർ സഹായം ലഭ്യമാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് പ്രകൃതി ഉഷ്ണതരംഗത്തിന്റെ രീതിയിൽ കർഷകരെ ചതിച്ചത്. പല പാടശേഖരങ്ങളും പുഞ്ചകൃഷിയുടെ വിളവ് കൊയ്തെടുക്കുക പോലും ചെയ്യാതെ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട്ടിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.